സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണീ നമോസ്തുതേ. നമുക്ക് 10ാമത്തെ അധ്യായത്തിലെ സത്യവ്രതന്റെ കഥയാണ് പറയാനുള്ളത്. അപ്പോൾ ജനമേജൻ ചോദിക്കുന്നു, അല്ലയോ വ്യാസ മഹർഷി, ആരാണ് ഈ സത്യവ്രതൻ എന്ന പേരായ ബ്രാഹ്മണൻ എന്നാണ് ചോദ്യം. സത്യവ്രതൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ രാജർഷിയല്ല. അദ്ദേഹം ഏത് ദേശത്തുള്ളതാണ്, അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ പറ്റിയും എന്നോട് പറഞ്ഞു തന്നാലും. കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞുവല്ലോ, സത്യവ്രതൻ എന്ന ബ്രാഹ്മണൻ ആയും എന്ന മന്ത്രം കൊണ്ട് കവീന്ദ്രനായി എന്ന്. എങ്ങനെയാണ് ആ ബ്രാഹ്മണൻ ആ സിദ്ധി കൈവന്നത്? എല്ലാം എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ സൂതൻ പറയുന്നു, ഹേ രാജൻ, പണ്ട് ഞാൻ തീർത്ഥാടനം ചെയ്ത ഋഷിമാരുടെ സംഘത്തിൽ ഇരിക്കുമ്പോൾ ഒരു കഥ കേൾക്കാനിടയായി. അത് ഞാൻ അങ്ങയോട് പറഞ്ഞു തരാം. ഞാൻ യാത്രക്കിടയിൽ നൈമിഷാരണ്യത്തിലെത്തി. ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ, പിന്നെ മനസ്സിലായിട്ടില്ല എന്നൊന്നും പറയണ്ട. ഞാൻ അവിടെയുള്ള ഋഷിമാരെ കൈകൂപ്പി വണങ്ങി. അവിടെ ബ്രാഹ്മപുത്രന്മാരുണ്ട്, ജീവൻ മുക്തന്മാരുണ്ട്, വ്രതാനുഷ്ഠാനം ചെയ്യുന്ന ഒട്ടനവധി മുനിശ്രേഷ്ഠന്മാരുണ്ട്. അവിടെ മഹർഷിമാർ കഥാപ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ജമദഗ്നി മഹർഷി മുനിമാരോട് സംശയം ചോദിച്ചു. അപ്പൊ ജമദഗ്നി ചോദിക്കുന്നു, എന്റെ മനസ്സിലൊരു സംശയം നിലനിൽക്കുന്നു മുനിമാരെ. ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഇന്ദ്രൻ, വരുണൻ, യമൻ, അഗ്നി, വരുണൻ, കുബേരൻ, വിശ്വകർമാവ്, ഗുഹൻ, ഗണനാഥൻ, സൂര്യൻ, ചന്ദ്രൻ, അശ്വിനി ദേവകള്, പൂഷാവ്, ഭഗൻ, വായു, ഗ്രഹങ്ങൾ തുടങ്ങിയ ദേവതകൾ ഒരുപാടുണ്ടല്ലോ നമുക്ക് ഹിന്ദുക്കൾക്ക്. അവരിൽ സർവരാലും പൂജനീയൻ ആരാണ് എല്ലാ അഭിഷ്ടങ്ങളും പ്രദാനം ചെയ്യുന്ന ആള്? നിങ്ങൾ സർവരും വ്രതസ്ഥന്മാരും ആണല്ലോ. എന്റെ ചോദ്യത്തിന്റെ ഉത്തരം തരാൻ നിങ്ങളുടെ കാരുണ്യം എനിക്ക് വേണം എന്ന് പറഞ്ഞു. ഈ ചോദ്യം കേട്ട് രോമശ മഹർഷി പറഞ്ഞു, അല്ലയോ ജമദഗ്നേ, മോക്ഷം ഇച്ഛിക്കുന്നവർക്ക് പൂജനീയ പരാമ്പ തന്നെയാണ് ആ ദേവി. ശിവയാണ്, മൂലപ്രകൃതിയാണ്. ബ്രഹ്മാദികൾക്ക് പോലും ജനയിത്രിയാണ് ആ ദേവി. സംസാര വൃക്ഷത്തിൻ്റെതായ വേരാണ്. സേവിക്കുന്നവർക്ക് അഭിഷ്ടദായിനിയാണ്. ഭക്തിയോടെ ധ്യാനിക്കുന്നവർക്ക് എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആയും എന്ന അക്ഷരം കൊണ്ട് ബ്രാഹ്മണന് സിദ്ധപദം പ്രാപിക്കാൻ സാധിച്ചു. ആ മംഗളമായ കഥയെ ഞാൻ വർണ്ണിച്ചു തരാം മുനിമാരെ. പണ്ട് കോസല രാജ്യത്തിൽ ദേവദത്തൻ എന്നു പേരായ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു കേട്ടോ. അദ്ദേഹം പുത്രലബ്ധിക്കായി പുത്രകാമേഷ്ടി നടത്താൻ തീരുമാനിച്ചു. തമസാ നദിയുടെ തീരത്തിൽ യജ്ഞശാല നിർമ്മിച്ചു. യാഗകർമ്മങ്ങൾ ചെയ്യാൻ അറിവുള്ളവരെ വിളിച്ചു വരുത്തി. ഹോമകുണ്ടത്തിൽ അഗ്നിയെ ജ്വലിപ്പിച്ചു. ബ്രഹ്മാവായി സുഹോത്രമുനിയെ കൽപ്പിച്ചു. അധ്വര്യനായി യജ്ഞവൽക്ക മഹർഷിയെയും ഹോതാവായ ബൃഹസ്പതിയെയും നിയോഗിച്ചു. വേദമന്ത്രങ്ങൾ ജപിക്കാനായി പൈലനെയും സാമഗാനം ആലപിക്കാനായി ഗോഭിലനെയും ഏൽപ്പിച്ചു. മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കാനായി വേറെ മുനിമാരെയും ഏൽപ്പിച്ചു. ഗോഭിലൻ സംഗീത സാന്ദ്രമായ സാമഗാനം ആലപിച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ശ്വാസതടസ്സം കാരണം സ്വരഭംഗം സംഭവിക്കാനിടയായി. ഇത് കണ്ട് യജ്ഞം നടത്തുന്ന ദേവദത്തൻ രോഷാകുലനായി ഗോഭിലനോട് പറഞ്ഞു, പുത്രാർത്ഥം ചെയ്യുന്ന ഈ കർമ്മത്തിൽ സ്വരഭംഗം വരുത്തി അങ്ങൊരു മൂർഖനാണ് കേട്ടോ. ഞാൻ എത്ര പണിപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു യാഗം നടത്താൻ തീരുമാനിച്ചത്. അതിന് ഇത് തടസ്സമായില്ലേ. ഗോഭിലനും ദേഷ്യം സഹിക്കാൻ പറ്റാതെ ദേവദത്തനോട് പറഞ്ഞു, നിനക്കുണ്ടാവുന്ന മകനും മൂർഖനായി പോട്ടെ എന്ന്. ഏത് ജീവജാലങ്ങൾക്കും ചിലപ്പോൾ ശ്വാസം നിയന്ത്രിക്കാൻ സാധിച്ചില്ലെന്ന് വരാം. അങ്ങനെ അപസ്വരം സംഭവിച്ചതിന് ദേഷ്യപ്പെടേണ്ട ആവശ്യം എന്താണ് എന്ന് ചോദിച്ചു. പോരെ. മഹാത്മാവായ ഗോഭിലന്റെ ശാപവാക്കുകൾ കേട്ട് ദേവദത്തിന് ഭയമായി. അദ്ദേഹം മഹർഷിയോട് പറഞ്ഞു, അല്ലയോ മഹർഷി, ഒരു തെറ്റും ചെയ്യാതെ എന്നോട് ഇത്തരത്തിൽ പ്രവർത്തിക്കാമോ? ഒരു പാവല്ലേ ഞാൻ. സാധാരണ രീതിയിൽ മുനിമാർ ശാന്തരാണല്ലോ അല്ലേ. എന്നിട്ടും എൻ്റെ ഒരു ചെറിയ തെറ്റിന് ഇത്ര വലിയ ശിക്ഷ തന്നത് ശരിയാണോ? പുത്രനില്ലാതെ ദുഃഖത്തിന് മേലെയായി ആയില്ലേ ഇപ്പൊ ഈ ദുഃഖം. ഒരു പുത്രൻ ഉണ്ടാവാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര പാടുപെട്ടത്. ഇനിയിപ്പോ ഇത് ഇല്ലതും ഇല്ലാത്തതും കണക്കായില്ലേ എനിക്ക്. പുത്രനില്ലാതെ എനിക്കുണ്ടാവുന്ന പുത്രൻ മൂകനും മൂർഖനുമായാൽ പിന്നെ എന്ത് സുഖമാണ് ഉണ്ടാവുക മഹർഷി. ഇതിലും ഭേദം അപുത്രത തന്നെയാണ്, ഇല്ലാത്ത തന്നെയായിരുന്നു നല്ലത്. ബ്രാഹ്മണ ശ്രേഷ്ഠ, മൂർഖനായ പുത്രൻ പൂജാതി കർമ്മങ്ങൾക്ക് യോഗ്യനല്ല. അവൻ എല്ലാവരാലും നിന്ദിക്കപ്പെടും. അവൻ ശൂദ്രന് തുല്യനുമാണ്. വേദം നിഷേധിച്ചവൻ എവിടെ ഇരുന്നാലും ശൂദ്രനെ പോലെ രാജാവ് കപ്പം കൊടുക്കേണ്ടി വരും. രാജാവിന് എവിടെ ഇരുന്നാലും രാജാവിന് കപ്പം കൊടുക്കേണ്ടി വരും.
മൂഢനായ ബ്രാഹ്മണൻ ഒരു കർമ്മങ്ങളിലും ഭാഗഭാക്കാക്കുകയില്ല. അവർ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഇച്ഛിച്ച ഫലം കിട്ടുകയുമില്ല. വേദവർജിതനായ ബ്രാഹ്മണനെ രാജാവ് ശൂദ്രനായേ കരുതുകയുള്ളൂ. അവൻ കൃഷി ചെയ്ത് ജീവിക്കേണ്ടി വരും. മൂർഖനായ ബ്രാഹ്മണനെ കൊണ്ട് ശ്രാദ്ധം ചെയ്യിക്കില്ല. അതിലും ഭേദം തന്നെത്താൻ ചെയ്യുന്നതാണെന്ന് ജനങ്ങൾ കരുതും. ഭക്ഷണമല്ലാതെ വേറൊന്നും കൊടുക്കുകയുമില്ല. കൊടുക്കുന്നവനും വാങ്ങുന്നവനും ഫലം നരകമാണെന്ന് പറയുന്നു. മൂർഖന്മാരെയും പണ്ഡിതന്മാരെയും വിദ്വാൻമാർ തിരിച്ചറിയണം. വേപ്പുമരം കായ്ച്ചാൽ കാക്കകൾക്ക് അതുകൊണ്ടൊരു ഗുണം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മൂർഖപുത്രനെ കൊണ്ട് എനിക്ക് എന്ത് ഗുണമാണുള്ളത്? എന്തിനാ എനിക്ക് ഇങ്ങനെ ഒരു പുത്രൻ? വേദജ്ഞന്മാർ ഊണിന് ശേഷം വേദങ്ങൾ ജപിക്കും. അതിനാൽ അന്നം ദാനം ചെയ്യുന്നവരുടെ പിതൃക്കൾക്ക് മോക്ഷവും കിട്ടും. ഗോകുല മഹർഷി, വേദവിത്തായ അങ്ങ് എന്താണ് ചെയ്തതിപ്പോ? മൂർഖപുത്രന് കിട്ടുന്നതിലും ഭേദമല്ലേ മരണത്തെ കാക്ഷിക്കുന്നത്? അതുകൊണ്ട് എന്നിൽ കാരുണ്യം കാണിക്കണേ മഹാഭാഗ, ശാപമോക്ഷം തരണേ. ദീനന്മാരെ പരിപാലിക്കുന്ന മഹാത്മാക്കളല്ലേ നിങ്ങളൊക്കെ. ഞാൻ അങ്ങയുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ലോമേശ ഇത്രയും പറഞ്ഞ ദേവദത്തൻ ബോധിയ മഹർഷിയെ സ്തുതിച്ച് ആ കാൽക്കൽ വീണ് നമസ്കരിച്ചു. അതുകൊണ്ട് ദയതോന്നിയ ഗോകുലൻ എന്ത് ചെയ്തു? ദേഷ്യമൊക്കെ പോയി. അതാണ് ദേഷ്യം പോവും. ആദ്യം ശപിക്കും, പിന്നെ നമസ്കരിക്കുമ്പോൾ ദേഷ്യവും പോവും. അതൊക്കെ പോയി ശാന്തനായി തീർന്നു. മഹാത്മാക്കളുടെ കോപം ക്ഷണനേരത്തേക്ക് നിലനിൽക്കൂ. എന്നാൽ ദുഷ്ടമനസ്സുകാരുണ്ടല്ലോ, ദേഷ്യവും പകയും മരണം വരെ ആജീവനാന്തം കൊണ്ടു നടക്കും. ജലത്തിന്റെ സ്വഭാവം സ്വതവേ തണുപ്പാണ്, നമുക്കറിയാം. തീയിലോ വെയിലത്തോ വെച്ചാൽ ചൂടാവും, കുറച്ചു കഴിഞ്ഞാലോ അത് വീണ്ടും തണുക്കും. അതുപോലെ ആണ് മഹാന്മാരുടെ കോപവും. തന്റെ കാൽക്കൽ നമസ്കരിച്ച് ദീനനായി നിൽക്കുന്ന ദേവദത്തനോട് ഗോകുലൻ പറഞ്ഞു, മൂർഖനായി ജനിക്കുന്ന മകൻ പിന്നീട് ജ്ഞാനിയായിത്തീരും. അതിനുശേഷം ഗോകുലൻ യാഗം മംഗളമായി പര്യവസാനിപ്പിച്ചു. ദേവദത്തൻ മഹർഷിയെ ധാരാളം ദക്ഷിണയും സമർപ്പിച്ച് സന്തോഷിപ്പിച്ച് യാത്രയാക്കി. കുറച്ചു ദിവസം അങ്ങനെ കഴിഞ്ഞു. അപ്പൊ ദേവദത്തന്റെ ഭാര്യ രോഹിണി ഗർഭിണിയായി. ഗർഭകാലത്ത് ചെയ്യുന്ന ശൃംഗാരകരണം, പുംസവനം തുടങ്ങിയ മംഗളകാര്യങ്ങളൊക്കെ ദേവദത്തൻ യഥാവിധി നിർവഹിച്ചു. വേദത്തിൽ പറഞ്ഞ മാതിരി സീമന്തകർമ്മവും ചെയ്തു. യജ്ഞം സഫലമായത് കണ്ട് ദേവദത്തൻ ധാരാളം ദാനവും ചെയ്ത് ജനങ്ങളെയും ബ്രാഹ്മണരെയും സന്തോഷിപ്പിച്ചു. വേണ്ട പോലെ കൊടുത്തു. ദേവദത്തന്റെ ഭാര്യ രോഹിണി നാളിൽ തന്നെ ശുഭലഗ്നത്തിൽ ഒരു പുത്രനെ ജന്മം നൽകി. ഉടനെ തന്നെ ബ്രാഹ്മണൻ പുത്രന് ജാതകർമാദികൾ ചെയ്ത് ഉദധ്യൻ എന്ന നാമകരണവും ചെയ്തു. 8-ാം വയസ്സിൽ ശുഭമുഹൂർത്തം നോക്കി വിദ്യാവണ്ണം ഉപനയനവും നടത്തി. ആ ബ്രഹ്മചാരി ഉണ്ണിക്ക് ഗുരു വേദം ചൊല്ലിക്കൊടുത്തു. ആ ബാലനാകട്ടെ മൂകനെ പോലെ ഒന്നും ഉരിയാടാതെ നിന്നു. അച്ഛൻ പല വിധത്തിലും മകന് ഗായത്രി തുടങ്ങിയ മന്ത്രങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിച്ചു. ഒരു ഫലവും ഉണ്ടായില്ല. അച്ഛൻ വല്ലാത്ത വിഷമാവസ്ഥയിലായി. 12 വയസ്സായിട്ടും ആ ബാലൻ സന്ധ്യാവന്തനം പോലും ചെയ്യൂല. അറിയുന്നില്ല. ദേവദത്ത ബ്രാഹ്മണന്റെ പുത്രൻ മൂർഖനാണെന്ന് നാടെങ്ങും പറഞ്ഞു. മൂർഖൻ എന്ന് പറഞ്ഞാല് ഈ ഒന്നും അറിയാത്ത വിഡ്ഢിന്നാണ് ഇപ്പൊ അർത്ഥം. ആ ബാലൻ എവിടെ ചെന്നാലും മുട്ടാളനാണെന്ന് പറഞ്ഞ് ജനം പരിഹസിച്ചു. സ്വന്തം ആൾക്കാരും ബന്ധുജനങ്ങളും മുഴുവൻ ഇപ്രകാരം പരിഹസിച്ച് ചിരിക്കുന്നത് കണ്ട ആ ബാലൻ നേരെ കാട്ടിലേക്ക് പോയി. പാവം ഗംഗാതീരത്തൊരു പർണശാല കെട്ടി അവിടെ താമസമാക്കി. വനത്തിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണവും കഴിച്ച് ഭക്തിപൂർവ്വം ജീവിതം കഴിച്ചു. അവനെന്ത് ചെയ്തു എന്നോ, അവിടെ വെച്ചൊരു വ്രതം എടുത്തു. എന്താ വ്രതം? സത്യം മാത്രമേ പറയുകയുള്ളൂ എന്ന്. ആ ബാലൻ ബ്രഹ്മചാരിയായി ആ കാട്ടിൽ താമസം തുടങ്ങി. ഇതാണ് 10-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ദേവീ ദേവന്മാരുടെ പാദങ്ങൾ സമർപ്പിച്ചത്. ഇനി 11-ാമത്തെ അധ്യായത്തിൽ എന്താ പറയുന്നത് വെച്ചാൽ സത്യവ്രതന് ലഭിച്ച സിദ്ധി. ലോമേശ, അല്ലയോ ജമദഗ്നി മഹർഷിയെ, ദേവദത്തന്റെ പുത്രൻ ഉദധ്യൻ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും അവഗണന സഹിക്കാതെ കാട്ടിൽ പോയി ജീവിക്കാൻ ആരംഭിച്ചു. മൂർഖനായ ആ ബ്രാഹ്മണ ബാലൻ ഗായത്രി ജപിക്കാൻ അറിയില്ല. ബാലന് വേദപാഠമോ പൂജയോ മഹർഷിമാർ ചെയ്യുന്ന അഷ്ടാംഗയോഗമോ ഒന്നും അറിയില്ല. ഒരു യജ്ഞവും ചെയ്യാതെ ശൗചാചമനാദികളില്ലാതെ വെറുതെ ദിവസങ്ങൾ എന്നെ തള്ളി നീക്കും. പുലർച്ചെ പല്ല് തേച്ചൂന്ന് വരുത്തിയിട്ട് മന്ത്രജപം കൂടാതെ സ്നാനം ചെയ്യും. ഒന്നിടത്തിങ്ങനെ തക്കോട്ടും പടക്കോട്ടും വരക്കും എന്തെങ്കിലും ഇല കിട്ടിയെങ്കിൽ.
മാവിന്റെ ഇല പുറത്തത്, അതാണ് പല്ല് തേപ്പ്. ഇത് കുളിക്കും. ഉച്ചനേരത്ത് കായ്കനികൾ കഴിച്ച് വിശപ്പടക്കും. കഴിക്കുന്ന സാധനങ്ങളുടെ ഗുണഭേദം ഇനി അത് കഴിക്കുന്ന കായാണോ വിഷക്കായാണോ ഒന്നും നോക്കൂല, അതങ്ങ് കഴിക്കും. എന്നാൽ ഒരു കാര്യത്തിനായി യുവാവിന് നിർബന്ധമുണ്ടായിരുന്നു. എന്ത് വന്നാലും കളവ് പറയില്ല, സത്യം മാത്രമേ പറയൂന്ന്. അതുകൊണ്ട് നാട്ടുകാർ അയാളെ സത്യ തപസ് എന്ന് വിളിച്ചു തുടങ്ങി. ആർക്കും മഹിതം ചെയ്യില്ല. തന്റെ ആശ്രമത്തിൽ ഭയം കൂടാതെ സുഖമായി ഉറങ്ങും. അദ്ദേഹം ഇടക്ക് ആലോചിക്കും, ഈ മൂർഖന്റെ ജീവിതം ദുസ്സഹം തന്നെയല്ലേ, എന്തിനാണ് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത് ഈശ്വര, എന്നാണ് എൻ്റെ മരണം ഉണ്ടാവുക. തന്റെ ഈ അവസ്ഥയിൽ ആ ബ്രാഹ്മണൻ വളരെ ദുഃഖിതനായി. തന്റെ കാര്യം ഇങ്ങനെയാണല്ലോ വിചാരിച്ചിട്ട് ഇതിലും ഭേദം മരണമാണെന്ന് അദ്ദേഹത്തിന് തോന്നി. ശ്രേഷ്ഠമായ ബ്രാഹ്മണ ജന്മം കിട്ടിയിട്ട് എന്ത് ഫലമാണുള്ളത്? ദൈവത്തിന്റെ നിശ്ചയം മാത്രമേ ഇതിന് കാരണമായി ഞാൻ കാണുന്നുള്ളൂ. മറ്ററിഞ്ഞുകൊണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. കായ്ക്കാത്ത മരം പോലെയും പ്രസവിക്കാത്ത സ്ത്രീയെ പോലെയും കറവയില്ലാത്ത പശുവിനെ പോലെയും എൻ്റെ ജന്മം വ്യർത്ഥമായി പോയില്ലേ. എന്തിനാണ് ഞാൻ ഈശ്വരനെ കുറ്റം പറയുന്നത്? ഇതെന്റെ കർമ്മഫലം തന്നെയാണ്. ഏതെങ്കിലും ഒരു മഹാഗ്രന്ഥം എഴുതി തയ്യാറാക്കി ഒരു മഹാത്മാവിനെ ദാനം ചെയ്തുവോ? അതും ചെയ്തില്ല. അത് അങ്ങനെ പറഞ്ഞ എന്താന്ന് വെച്ചാൽ, ഇതിഹാസ ഗ്രന്ഥങ്ങള് സ്വന്തം കൈപ്പടയിൽ എഴുതി പട്ടിൽ പൊതിഞ്ഞ് മഹാത്മാക്കൾക്ക് സമർപ്പിക്കുന്നത് വളരെ 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 പുണ്യമാണെന്ന് പറയണു. മുൻജന്മത്തിൽ ഞാൻ ആർക്കും വിദ്യാദാനം ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ഞാൻ ബ്രാഹ്മണനായി ജനിച്ചിട്ടും മൂർഖനായി പോയത്. അന്ന് ഞാൻ തീർത്ഥസ്നാനമോ സജ്ജന സേവയോ ഒന്നും ചെയ്യാത്തത് കൊണ്ടായിരിക്കും ഈ ജന്മം ഇപ്രകാരം അധപ്പതിച്ചത്. മറ്റുള്ള മുനിപുത്രന്മാർ വേദശാസ്ത്രാദികളിൽ പാണ്ഡിത്യമുള്ളവരായി വർത്തിക്കുന്നു. ഞാനോ മുഠാളനായി ഇവിടെ കഴിയുന്നു. എൻ്റെ ഏതോ കർമ്മഫലം കൊണ്ട് തന്നെ ആയിരിക്കും എൻ്റെ വിധി ഇങ്ങനെ ആയത്. പുരുഷപ്രയത്നത്തിനും മീതെയാണ് ഭാഗ്യത്തിന്റെ സ്ഥാനം. ഭാഗ്യമുണ്ടെങ്കിൽ എന്ത് കാര്യം പ്രയോജനമുള്ളതായിരിക്കും. ഇനി ഭാഗ്യമില്ലെങ്കിലോ എത്ര നല്ല കാര്യം ചെയ്താലും അത് അപകടത്തിൽ കലാശിക്കുകയും ചെയ്യും. ബ്രഹ്മാവിഷ്ണു രുദ്രന്മാരും കാലത്തിന്റെ പിടിയിൽപ്പെട്ടവരാണല്ലോ. അവർക്കും കാലത്തിനെ അതിജീവിക്കാൻ സാധ്യമല്ല. ഇപ്രകാരം ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് സങ്കടപ്പെട്ട് ആ ഗംഗാതീരത്തുള്ള ആശ്രമത്തിൽ ഉദധ്യൻ ദിവസങ്ങളിങ്ങനെ തള്ളി നീക്കുകയാണ്. ഇപ്രകാരം ആശ്രമത്തിൽ കഴിയുന്ന സമയത്ത് കാലക്രമത്തിൽ അദ്ദേഹം വിരക്തനായി. എല്ലാം മതിയായി. ജപവും മന്ത്രവും തപസ്സും ഒന്നും ചെയ്യാതെ 14 കൊല്ലത്തോളം ആശ്രമത്തിൽ തന്നെ കാലം കഴിച്ചു. ഇതിനിടയിൽ ലോകർക്ക് മനസ്സിലായി ബ്രാഹ്മണൻ സത്യത്തിന്റെ വഴിക്ക് മാത്രമേ സഞ്ചരിക്കൂ എന്ന്. അതുകൊണ്ട് സത്യം മാത്രം പറയുന്ന മുനി എന്ന് പേരും അദ്ദേഹത്തിന് ലഭിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഘോരാകാരനായ യമനെപ്പോലെ ഒരു വേടൻ അമ്പും വില്ലും ധരിച്ച് നായാട്ടിനായി ആശ്രമ പരിസരത്ത് എത്തിച്ചേർന്നു. വേട്ടമൃഗത്തെ തിരഞ്ഞ് നടക്കുന്നതിനിടയിൽ അയാളുടെ കൺമുന്നിൽ ഒരു പന്നി വന്ന് ചാടി. താമസമൊന്നും ഉണ്ടായില്ല കേട്ടോ. വേടൻ അമ്പം വില്ലും എടുത്ത് പന്നിയുടെ നേർക്ക് അസ്ത്രം അയച്ചു. അമ്പയേറ്റ് ചോര ഒലിപ്പിച്ചുകൊണ്ട് പന്നി സത്യവ്രതന്റെ പർണശാലയിലേക്ക് കയറി. അതിന് പിന്നാലെ തന്നെ സ്വാഭാവികമല്ലേത്, വേടനും അവിടെ എത്തി. ചോരയൊലിപ്പിച്ചു കൊണ്ടുവന്ന പന്നിയെ കണ്ട് പരിഭ്രമിച്ച സത്യവ്രതൻ അറിയാതെ ആയേ എന്ന സാരസ്വത ബീജം ഉച്ചരിച്ചു. അദ്ദേഹം അറിയാതെ ഏതോ ഒരു പ്രേരണയാൽ അർത്ഥം അറിയാതെ ഉച്ചരിച്ചതാണ് ആ മന്ത്രം. ആ പന്നിയാണെങ്കിലോ മരണഭീതി കൊണ്ട് ആശ്രമത്തിന്റെ പുറകിൽ കൂടി പുറത്തേക്ക് ഓടിപ്പോയി. ആ വേടനാകട്ടെ ഞാൻ വലിച്ചു പിടിച്ചുകൊണ്ട് പന്നിയെ തിരഞ്ഞു വരികയാണ്. മുനിയെ കണ്ട ഉടനെ വിനയപൂർവ്വം തൊഴുതുകൊണ്ട് ചോദിച്ചു, എൻ്റെ അമ്പുകൊണ്ട് മുറിവേറ്റ് പോകുന്ന ഇങ്ങോട്ട് ഓടി വന്ന പന്നി അങ്ങ് കണ്ടുപോന്ന് ചോദിച്ചു. അങ്ങ് സത്യമേ പറയൂ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ കുടുംബം വിശന്ന് കഴിയുകയല്ലേ, അതുകൊണ്ട് ആ പന്നിയെ വിട്ടുതരണം. ഞങ്ങളുടെ ജീവിതോപാധിയാണല്ലോ വേട്ട. എന്ത് പ്രവൃത്തി ചെയ്തും കുടുംബം പോറ്റണമെന്നല്ലേ വിധി. അതുകൊണ്ട് സത്യവ്രതനായ അങ്ങ് ആ പന്നി എവിടെയാണെന്ന് പറയണം എന്ന് പറഞ്ഞു വേടൻ. വേടന്റെ വാക്കേട്ട് സത്യവ്രതൻ ഇതി കർത്തവ്യതാമൂഢനായി നിന്നു. എന്തു പറയണം, എന്ത് ചെയ്യണം? അദ്ദേഹം ആലോചിച്ചു. കണ്ടില്ല എന്ന് പറഞ്ഞാൽ അസത്യമാകും, കണ്ടു എന്ന് പറഞ്ഞാൽ പന്നിയെ കാട്ടി കൊടുക്കേണ്ടിയും വരും. അങ്ങനെ ചെയ്താൽ അവൻ അതിനെ കൊല്ലും. അതിന് ഞാൻ കാരണാവും ചെയ്യുമല്ലോ. ആ പാവം പന്നിക്ക് ജീവൻ നഷ്ടമാവൂലേ? ഹിംസക്ക് കാരണമായി തീരുമെങ്കിൽ സത്യം സത്യമേയല്ല.
പ്രിയമായിരിക്കുന്ന സത്യവും അപ്രിയമായിരിക്കുന്ന അസത്യവും. പന്നിയെ കണ്ട ഉടനെ ഐ എന്ന മന്ത്രം ജപിച്ചപ്പോൾ തന്നെ ദേവി സത്യവ്രതന് പ്രസാദിച്ച് പരാവിദ്യ നൽകി കഴിഞ്ഞിരുന്നു കേട്ടോ. ഇത് അദ്ദേഹം അറിഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. ദേവിയുടെ ബീജോച്ചാരണ മന്ത്രം കൊണ്ട് തന്നെ സത്യവ്രതൻ കവിശ്രേഷ്ഠനായി തീർന്നു. പണ്ട് വാൽമീകി മഹർഷിക്ക് കവിത്വം സിദ്ധിച്ച പോലെ സത്യവ്രതനും ജ്ഞാനിയായി തീർന്നു. തന്റെ മുമ്പിൽ അമ്പമ്പിലും ധരിച്ച് പന്നിയെ കൊല്ലാൻ ഒരുങ്ങി നിൽക്കുന്ന വേടനോട് സത്യവ്രതൻ പറഞ്ഞു, കാണുന്നത് കണ്ണല്ലേ, അത് കണ്ണ് സംസാരിക്കുവോ? ഇല്ലല്ലോ. പറയുന്നത് നാവല്ലേ, നാവിന് കാണാൻ പറ്റുമോ? അതും ഇല്ലല്ലോ. ഈ അർത്ഥവത്തായ വാക്ക് കേട്ട് വേടൻ പന്നിയുടെ മേലുള്ള ആശയം കൈവിട്ട് സ്വന്തം ഗൃഹത്തിലേക്ക് തിരിച്ചുപോയി. എന്താ നോക്കിയ വേടന്റെ എല്ലാം വിവരം. സത്യവ്രതൻ ഒരു രണ്ടാം വാൽമീകിയെ പ്രസിദ്ധി നേടി. അതിനുശേഷം സാരസ്വത ബീജം മുടങ്ങാതെ ജപിക്കാൻ തുടങ്ങി. ആ മന്ത്രത്തിന്റെ മാഹാത്മ്യം കൊണ്ട് സത്യവ്രതൻ മഹാപണ്ഡിതനായി തീർന്നു. ഇന്നും താപസന്മാർ സത്യവ്രതന്റെ കീർത്തിയെ വാഴ്ത്തിപ്പാടുന്നു, ലോകം പുകഴ്ത്തുന്നു. സത്യവ്രതൻ എന്ന അച്ഛൻ ദേവദത്തൻ വന്ന് ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സത്യവ്രതനെ അച്ഛൻ കൂട്ടിക്കൊണ്ടുപോയി ദേവദത്തൻ വ്യാസൻ. അതുകൊണ്ട് ആ പരാശക്തിയെ ഭക്തിപൂർവ്വം സേവിക്കുകയും പൂജിക്കുകയും മാത്രമാണ് കരണീയം. അല്ലയോ ജനമേജയ രാജാവേ, ഞാൻ പണ്ട് പറഞ്ഞ അമ്പായജ്ഞം നടത്തുക. സർവ അഭിഷ്ടങ്ങളും അതുകൊണ്ട് സാധ്യമായി വരും. സ്മരണം, കീർത്തനം, പൂജ, ജപം, ധ്യാനം എന്നിവ ഭക്തിപൂർവ്വം ചെയ്യുന്നവന് ആഗ്രഹിച്ചതെല്ലാം ആ പരാശക്തി നൽകും. ദീനന്മാർ, രോഗപീഡിതന്മാർ, ദരിദ്രര്, ആർത്തർ, മൂർഖന്മാർ, അതുപോലെ വികലാംഗർ, ഭോഗാർത്തർ, ആദിവ്യാധിയുള്ളവർ, അശക്തന്മാര് തുടങ്ങിയവരെ കണ്ടാൽ ഉറപ്പിക്കാം, അവർ ഒരിക്കലും സർവാർത്ഥദായിനിയായ ദേവിയെ പൂജിച്ചിട്ടുണ്ടാവില്ല എന്ന്. എന്നാൽ പുത്രപൗത്രന്മാരോടുകൂടി വേദപാരകന്മാരായി കഴിയുന്നത് കണ്ടാൽ തീർച്ചയാക്കാം അവർ ദേവിയെ ഉപാസിച്ചിട്ടുള്ളവരാണെന്ന്. ദേവി ഉപാസനം ചെയ്യുന്നവർ പ്രപഞ്ചത്തിൽ സൗഖ്യത്തോടെ വസിക്കും. അല്ലയോ രാജാൻ, ആ മുനിമാരുടെ സദസ്സിൽ വെച്ച് ലോമേശ മഹർഷിയിൽ നിന്നാണ് ഞാൻ ഈ കഥ കേട്ടത്. അതുകൊണ്ട് ദേവിയെ ഭക്തി ആദരപൂർവ്വം ഉപാസിക്കുക. തീർച്ചയായും ഭഗവതി പ്രീതിക്ക് പാത്രമാകും അങ്ങ് എന്ന് പറഞ്ഞു. അങ്ങനെ ആ 11-ാം അധ്യായം ഭഗവത്പാദത്തിൽ സമർപ്പിച്ചു നമ്മൾ.